ഓട്ടോക്കാരൻ്റെ അച്ചയത്തിപ്പെണ്ണ് ഭാഗം 4. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ആനിയമ്മോ. രഞ്ജൻ അവരുടെ ഉമ്മറത്തു നിന്നും അകത്തേക്ക് തലയിട്ട് നോക്കി. ഹാളിലെ ആരെയും കാണാത്തതിനാൽ അകത്തേക്ക് കടക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയാൽ അവൻ അവിടെ തന്നെ നിന്നു. അകത്തെ മുറിയിൽ എമിയുണ്ടാവുമെന്ന് അറിയാമെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ അവൻ്റെ മനസ്സൊന്നു മടിച്ചു. ആനിയമ്മേ. ഒരാവർത്തി കൂടി അവൻ വിളിച്ചു. എന്നിട്ട് അകത്തുനിന്ന് ഒരു മറുപടിയും ലഭിക്കാത്തതിനാൽ അവൻ ആ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. ആനിയമ്മ എവിടെ പോയതാണാവോ? രഞ്ജൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് വേലിക്കെട്ടിനരിയിലേക്ക് നടന്നു. മോനെ, വീട്ടിലേക്ക് വന്നതാണോ? കയ്യിലൊരു ചെറിയ ചക്കയുമായി കുഞ്ഞു കയ്യാലെ ഇറങ്ങി വരുന്ന ആനിയമ്മയെ അപ്പോഴാണ് അവൻ കാണുന്നത്. ആൻറ്റി എവിടെ പോയതായിരുന്നോ? ഞാൻ എത്ര വട്ടം വിളിച്ചു? അവൻ ആനിയമ്മയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അപ്പുറത്തേക്കാര് രാവിലെ ചക്ക പറിച്ചപ്പോൾ ഒന്നെനിക്കും കൂടി പറിച്ചു വെച്ചായിരുന്നു. അതൊന്ന് എടുത്തോണ്ട് വരാൻ ഇത്തിരി സമയം കിട്ടിയത് ഇപ്പോഴാ. പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയ്ക്ക് സൈഡിലുള്ള ഒരു ചെറിയ വരാന്തയിലേക്ക് താഴ്ത്തി വെച്ചു. വരിക്കുക, ഇച്ചിരി പുഴുങ്ങാവല്ലോ എന്നോർത്ത് കൊണ്ടുവന്നതാ. അല്ല മോനെ, നീ എന്തിനാ വന്നേ? തോളിൽ കിടന്ന തോർത്തുമെടുത്ത് മുഖമൊന്ന് അമർത്തി തുടച്ചവർ. പൊടിയുടെ കുത്തിവയ്പ്പ് നാളെയാ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. കുഞ്ഞോളോട് രാവിലെ ഒരുങ്ങി നിൽക്കാൻ പറ. ഞാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടിട്ടേ ഓട്ടത്തിന് പോവുള്ളൂ. പറഞ്ഞുകൊണ്ട് അവൻ ആനിയമ്മയെ നോക്കിയപ്പോൾ അവിടെ മൗനമായിരുന്നു. എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ ഒന്നും പറയാതെയുള്ള നിൽപ്പ് കണ്ട് അവന് സംശയം തോന്നി. അല്ല മോനെ, ആശുപത്രി ഇവിടെ അടുത്തല്ലേ, ഞങ്ങളങ്ങ് പതിയെ പൊക്കോളാം. അവിടെ ചെന്നാലും ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടതല്ലേ. നിനക്ക് ഓട്ടത്തിന് പോകാൻ പിന്നെയും താമസം പിടിക്കും. ആനിയമ്മയ്ക്ക് രഞ്ജൻ്റെ സഹായം ആവശ്യപ്പെടാൻ വല്ലാത്ത സങ്കടം തോന്നി. ഇപ്പോൾ തന്നെ ഒരുപാട് കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട്. ഇനി ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവർക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കുഞ്ഞോക്ക് ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നിങ്ങൾ തന്നെ പോയാൽ എങ്ങനെയാ? എമിയുടെ അവസ്ഥയിൽ ആകെ പരിഭ്രാന്തനായിരുന്നവൻ. അതല്ല മോനെ, ബുദ്ധിമുട്ടിക്കണമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ. ആനിയമ്മ മിടിയിറക്കി. എമിയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. അവരുടെ കാര്യം എന്തുണ്ടേലും എന്നോട് പറയണം, മടി വിചാരിക്കണ്ട. അത്രയും പറഞ്ഞിട്ട് വേലിയുടെ വാതിൽ തുറന്നവൻ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഒട്ടൊരു വ്യസനത്തോടെ ആനിയമ്മ നോക്കി നിന്നു. നാളെ എങ്ങോട്ട് പോകുന്ന കാര്യം രഞ്ജ ആനിയോട് പറയുന്നത് കേട്ടെ? കൊച്ചുതിണ്ണയിലിരുന്ന് ഓല കീറിക്കൊണ്ടിരുന്ന കുമാരി മകന് നേർക്ക് നോക്കി. നാളെ പൊടിക്ക് കുത്തിവയ്പ്പുണ്ടമ്മേ, അതിൻ്റെ കാര്യമൊന്നും ഓർമ്മിപ്പിച്ചതാ. മുറ്റത്ത് ചെരുപ്പൂരിയിട്ടിട്ട് അവൻ പതിയെ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് രഞ്ജൻ വീടിനുള്ളിലേക്ക് കയറി. എടാ, ചോറ് വിളമ്പി മേശയെ വെച്ചിട്ടുണ്ട്, ചെന്നെടുത്ത് കഴിക്ക്. ചീവിയ ഈർക്കിലുകളെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു ഓലക്കീറ് കൊണ്ട് അടിഭാഗത്ത് മുറുക്കി കെട്ടി മാറ്റി വെച്ചുകൊണ്ട് ഉച്ചത്തിൽ കുമാരി വിളിച്ചു പറഞ്ഞു. ഞാൻ കഴിച്ചോളാം. അകത്ത് നിന്ന് രഞ്ജൻ്റെ മറുപടി കേട്ടു. മുറ്റത്ത് കൂടിക്കിടന്ന ഓലയുടെ അവശിഷ്ടങ്ങളെല്ലാം തൂത്തുമാറ്റി തെങ്ങിൻ തടത്തിൽ കൊണ്ടുപോയിട്ടിട്ട് കൈയും കാലും കഴുകി കുമാരി അകത്തേക്ക് വന്നപ്പോഴേക്കും രഞ്ജൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്താടാ മതിയാക്കിയേ? മതിയമ്മേ, നിറഞ്ഞു. കഴിച്ച പാത്രവുമായി അടുക്കളയിലേക്ക് നടന്നവൻ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, സമയത്തിനൊട്ട് കഴിക്കത്തുമില്ല, കഴിച്ചാൽ തന്നെ ഇത്തിരി കൊത്തിപ്പെറുക്കും, കോഴി തിന്നുന്നത് പോലെ. ആത്മകഥം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നവർ. മോളെ, പതിയെ ഇറങ്ങണേ. പഞ്ചായത്ത് ആശുപത്രിയുടെ മുൻപിൽ ഓട്ടോ നിർത്തിയപ്പോൾ ആനിയമ്മ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ഇറങ്ങി. കുഞ്ഞോൾ ഇതിലിരുന്നോട്ടെ അമ്മേ. വേണേ അമ്മയും ഇരുന്നോ, ഞാൻ പോയി ചീട്ട് എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവരാം. അവരുടെ കയ്യിലിരുന്ന കുത്തിവയ്പ്പിൻ്റെ കാർഡ് വാങ്ങിയിട്ട് അവൻ ആശുപത്രിക്കുള്ളിലേക്ക് നടന്നു. എമി, കൊച്ചിന് പാല് കൊടുക്കണം, ഇപ്പോൾ കൊടുക്ക്. കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊടുക്കാൻ നേഴ്സുമാർ സമ്മതിക്കത്തില്ല. അകത്തേക്ക് വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് ആനിയമ്മ കയറിയിരുന്നു. ശേഷം പൊടിയെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഉറങ്ങിക്കിടന്ന വാവയുടെ മുഖത്ത് കൈകൊണ്ട് പതിയെ തൂത്തപ്പോഴേക്കും ആള് കണ്ണു തുറന്നു കഴിഞ്ഞിരുന്നു. ചുരിദാറിന് മുൻപിലുള്ള സിബ്ബ് ഊരി മാറ്റി കുഞ്ഞിന് പാല് കൊടുത്തു പെണ്ണവൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞതിനാലാവാം കുഞ്ഞിക്കണ്ണുകൾ വീണ്ടും ഉറക്കത്തിനായി അടഞ്ഞു. അവളതിനെ അമ്മയുടെ തോളിലേക്ക് കിടത്തിക്കൊടുത്തു. ആനിയമ്മ വണ്ടിക്കുള്ളിലിരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തിരുന്നു. പൊടിയുടെ 26ാമത്തെ ടോക്കണാ, ഇപ്പോൾ 15ാമത്തേതാ നടക്കുന്നേ. അങ്ങോട്ടേക്ക് വന്ന രഞ്ജൻ വല്ലാതെ വിയർത്തിരുന്നു. ചെന്നൈയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളെ അവനൊരു കർച്ചീഫ് കൊണ്ട് തുടച്ചു. ഇനിയൊരു 10-15 മിനിറ്റ് കൂടെ നിൽക്കേണ്ടി വരും അല്ലേ രഞ്ജ? കുഞ്ഞിനെ ടവലിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ആ,
എന്തായാലും കുഞ്ഞോൾ ഇതിലിരുന്നോട്ടെ, വെറുതെ എന്തിനാ അകത്തോട്ട് നടത്തുന്നേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നോക്കിയത് എമിയുടെ മുഖത്തേക്കാണ്. അപ്പോൾ കണ്ടു, താനുള്ളതിനാലാവാം ഓട്ടോയുടെ പുറത്തേക്ക് ദൃഷ്ടി ഉന്നിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ. അത് മതി കുഞ്ഞെ, അവൾ ഇവിടെ ഇരുന്നോളും, നമുക്ക് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ടവർ വീണ്ടും കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി. എമിയെ ഒന്നും കൂടി നോക്കിയിട്ട് അവൻ ആനിയമ്മയുടെ പുറകെ നടന്നു നീങ്ങി. ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നത് മുൻപേ അവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഓട്ടോയുടെ സൈഡ് മിററിൽ കൂടി തന്നെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എമിയുടെ കണ്ണുകൾ അവനൊന്ന് തുള്ളിച്ചാടുവാനായി തോന്നി. ലോകം മുഴുവൻ കൈക്കുമ്പിൾ കോരിയെടുത്തവൻ്റെ സന്തോഷം. പക്ഷേ തമ്മിൽ കണ്ണുകൾ ഇടഞ്ഞപ്പോൾ വേറെ എങ്ങോട്ടേക്കോ നോട്ടം മാറ്റി എമിയുടെ മുഖത്തിനപ്പോൾ സങ്കടം നിഴലിച്ച ഭാവമായിരുന്നെന്ന് രഞ്ജൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ കണ്ണുകളിൽ ഞാൻ വസന്തം വൈകിക്കാതെ തന്നെ വിരിയിക്കും പെണ്ണെ. നിഴലായി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ പ്രാണൻ വെടിയുന്നിടം വരെ. അകത്തേക്ക് പോകുമ്പോൾ പ്രതിജ്ഞയെടുക്കുകയായിരുന്നവൻ. വാവേ കരയാതെ. തൻ്റെ മടിയിലിരുന്ന് വാവിട്ട് കരയുന്നവളെ രഞ്ജൻ അനങ്ങാതെ മുറുക്ക പിടിച്ചു. നേഴ്സ് ഇഞ്ചക്ഷനുമായി അരികിൽ വരുന്നതും കുഞ്ഞിൻ്റെ തുടയെ പഞ്ഞുകൊണ്ട് തുടയ്ക്കുന്നതും ഒക്കെ ഒട്ടൊരു പേടിയോടുകൂടിയാണ് അവൻ നോക്കിക്കണ്ടത്. എടുക്കുവാന്നേ, കുഞ്ഞിൻ്റെ കാല് മുറുക്ക പിടിച്ചോ. പൊടിയുടെ 2 കാലും കൂട്ടി പിടിച്ചുകൊണ്ട് മുഖം എതിർവശത്തേക്ക് തിരിച്ചു രഞ്ജൻ. കുഞ്ഞിൻ്റെ കാലുകൾ തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയുന്നത് അവനറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞു. അത് കേട്ടതും വാക്സിൻ എടുത്തതിന് മുൻപിൽ പഞ്ഞി മുറുക്ക പിടിച്ചുകൊണ്ടവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എന്തിനോ നെഞ്ചിനുള്ളിലൊരു വേദന കിനിഞ്ഞിറങ്ങുന്നത് രഞ്ജൻ അറിഞ്ഞു. കുഞ്ഞിൻ്റെ കണ്ണുനീര് അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുത്തിവെപ്പ് കഴിഞ്ഞോ? കരയുന്ന പൊടിയെ കയ്യിൽ താങ്ങി വരുന്നവനെ കണ്ട് ആനിയമ്മ തിരക്കി. കഴിഞ്ഞമ്മേ. വളരെ പതിയെ വാവയെ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ഇങ്ങിതാ രഞ്ജ, കുഞ്ഞിനെ ഞാൻ എടുക്കാം. ആനിയമ്മയുടെ നീട്ടിയ കൈകളിലേക്ക് പൊടിയെ കൊടുക്കുവാൻ അവന് മനസ്സ് വന്നില്ല. പകരം ഒന്നും കൂടി നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിക്കുകയാണ് അവൻ ചെയ്തത്. കരച്ചിൽ നിന്നിട്ട് തരാം അമ്മേ. കൈകളിലിട്ട് ഊഞ്ഞാലാട്ടുന്നത് പോലെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും കുഞ്ഞിനെ ആട്ടിയവൻ. എന്തടാ പൊടിയെ, കരയല്ലേ വാവേ? അവളുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി രഞ്ജൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കുത്തിയിടത്തെ വേദന സഹിക്കാതെ ആയതാവാം വാവയും വല്ലാതെ കരഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പൊടിക്ക് ചിത്താന്ത ഇത്തിരി കൂടുതലാണ്. അതിൻ്റെ കൂടെ ദേഹം കൂടി വേദനിച്ച. ആനിയമ്മ ആരോടില്ലാതെ പറഞ്ഞത് രഞ്ജൻ വ്യക്തമായി കേട്ടു. അവക്ക് നന്നായി വേദനിച്ചു കാണുക ആനിയമ്മേ, കുഞ്ഞല്ലേ. അരുമയായി ആ കുഞ്ഞിനെറുകയിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവനും ഒരച്ഛൻ്റെ ഭാവമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം അവൻ്റെ കണ്ണുകളിൽ കാണാൻ കഴിയുമായിരുന്നു. പൊടിയേ, അച്ഛാ ഉണ്ടടി, കരയാതെ. അറിയാതെ തന്നെ രഞ്ജൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവന് ബോധ്യം വന്നതുപോലും. ആദിയോടെ അവൻ ആനിയമ്മയെ നോക്കി. പുറം തിരിഞ്ഞു നിന്ന് ആരോടെ കാര്യം പറയുന്നതിൻ്റെ തിരക്കിലായതിനാൽ അവരത് കേട്ടില്ല എന്നതാണ് സത്യം. അത് കണ്ടതും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് അവനിൽ നിന്ന് ഉയർന്നു. എൻ്റെ പൊടിയെ, ഇപ്പം തീർന്നേനെ എൻ്റെ കാര്യം. കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ തെരുതെരെ രഞ്ജൻ ഉമ്മകൾ കൊണ്ട് മൂടി. കിക്കിളി എടുത്തതിനാലാവാം പെണ്ണിൻ്റെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. അവൾ ആദ്യമായി അവനെ നോക്കി മോണ കാട്ടി ചിരിച്ചു. അച്ചോടാ പൊന്നുവേ, ചിരിച്ചു വാ നീയ്. വീണ്ടും വീണ്ടും അവളുടെ കുഞ്ഞിക്കവളിൽ രഞ്ജൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് പെണ്ണ് വാ പൊളിച്ച് ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇവിടുത്തെ കരച്ചിലൊക്കെ നിന്നോ? അവരുടെ അരികിലേക്ക് ചെന്ന ആനിയമ്മയും അവളുടെ ഉച്ചത്തിലുള്ള ചിരി കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. അതൊക്കെ നിന്നു അല്ലടി പൊടിയേ. അവളെയും കൊണ്ട് ഓട്ടോയുടെ അരികിലേക്ക് നടന്നവൻ പിറകെ തന്നെ ആനിയമ്മയും. ദാ സൂക്ഷിച്ച്. വണ്ടിയിലേക്ക് കയറിയിരുന്നവരുടെ മടിയിലേക്ക് ശ്രദ്ധയോടെ കുഞ്ഞിനെ കിടത്തിയവൻ. പനിക്കുമ്പോൾ ഒരടപ്പിന് കാൽഭാഗം ഈ മരുന്ന് കൊടുക്കണം. പോക്കറ്റിൽ കിടന്ന മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് ആനിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തവൻ. കൊടുക്കാൻ കുഞ്ഞെ. അത് വാങ്ങി കവറിലേക്ക് വെച്ചവർ. ഇനി എങ്ങോട്ടേലും പോകാനുണ്ടോ? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് രഞ്ജൻ തലയൊന്ന് ചെരിച്ച് പിന്നിലേക്ക് നോക്കി. എങ്ങോട്ടും ഇല്ല മോനെ, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് ഇറക്കിയേക്ക്. അത് കേട്ടതും കണ്ണാടിയിലൂടെ എമിയെ ഒന്ന് നോക്കിയിട്ട് അവൻ ഓട്ടോ മുന്നോട്ടേക്കെടുത്തു. സന്ധ്യ മയങ്ങിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ മുറിയിലിരുന്ന് തന്നെ കുമാരി കേട്ടു. ആദ്യമൊന്നും അതത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അവർക്ക് വീട്ടിലിരിക്കാൻ മനസ്സ് വന്നില്ല. ചിത്തു, എമിയുടെ കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ചിത്തിരാതിന് തലയാട്ടിയതും അവർ അവിടെ നിന്നും ഇറങ്ങി. രഞ്ജൻ വന്നാൽ പറഞ്ഞേക്കണേ.
വേലിപ്പടർപ്പിനു അരികിൽ ചെന്നിട്ട് അവർ തിരിഞ്ഞു എന്ന് ചിത്തിരയോട് വിളിച്ചു കൂവി. കെട്ടിവെച്ചിരുന്ന വേലിയുടെ അടപ്പ് പോലെയുള്ള ഭാഗം തുറന്നിട്ട് എമിയുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ചെന്നവർ, എന്തിനാടി ആനി കുഞ്ഞു കിടന്ന് കരയുന്നേ? അകത്തേക്ക് കയറി ചെന്നപ്പോൾ കുമാരി കാണുന്നത് എമിയുടെ കയ്യിൽ കിടന്ന് നീറ് കടിച്ചതുപോലെ കിടന്ന് കരയുന്ന കുഞ്ഞിനെയാണ്. അവൾ പാല് കൊടുക്കാൻ ശ്രമിച്ചിട്ട് അത് കുടിക്കാതെ വഴക്കടിച്ച് കരയുന്നുണ്ട് പെണ്ണ്. കുത്തിവെപ്പിൻ്റെ പനിയാടി, വേദന കാണും അതിന്. ആനിയമ്മ കട്ടിലിനരികിൽ ഇരുന്നു കൊണ്ട് കുത്തുകൊണ്ട കാല് ഊതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോൾ 2-3 ദിവസത്തേന് കൊച്ചിനെ പനിക്കുമല്ലോടി. ആകുലതയോടെ അവർ കുഞ്ഞിപ്പെണ്ണിനെ പതിയെ എമ്മിയുടെ മടിയിൽ നിന്നും എടുത്തു. കരയല്ലേ പൊന്നെ, ഓ പോട്ടെ. കയ്യിലിട്ട് ആട്ടിയിട്ടും കൊച്ചിൻ്റെ കരച്ചിൽ നിന്നില്ല. പനിക്കുള്ള മരുന്ന് കൊടുത്തോ എമിയെ? കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ചൂട് കുമാരിക്ക് അനുഭവപ്പെട്ടു. കൊടുത്തിട്ട് 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ ആൻറ്റി. എമി നൈറ്റിയുടെ ബട്ടൺസ് ഇട്ടുകൊണ്ട് കട്ടിലിലേക്ക് നടുവ് നിവർത്തി കിടന്നു. അതിൻ്റെ അണ്ണാക്കിൽ ഇച്ചിരി തുണി കുത്തി തിരികെ വയ്ക്കാൻ ഇവിടെ ആരുമില്ലേ? അപ്പുറത്തെ മുറിയിൽ നിന്ന് നാൻസിയുടെ ആക്രോശം കേട്ടു. നീ കുഞ്ഞായിരുന്നപ്പോഴേ ഇതിലപ്പുറമായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ആനിയമ്മ തുണി കുത്തി കയറ്റി വെച്ചില്ലല്ലോ. അവളുടെ വർത്താനം ഇഷ്ടപ്പെടാഞ്ഞിട്ട് കുമാരി അവിടെ നിന്ന് ഉറക്ക വിളിച്ചു കൂവി. ഇത് കാരണമൊന്നും പഠിക്കാൻ പോലും പറ്റുന്നില്ല. 10ാം ക്ലാസ് 2 വട്ടം എഴുതിയ നീയാണ് ഇപ്പോൾ റാങ്ക് പഠിക്കാൻ പോകുന്നത്. കുഞ്ഞിനെ കയ്യിൽ വെച്ച് ആട്ടിക്കൊണ്ട് തന്നെ കുമാരി അതിനുള്ള മറുപടി പറഞ്ഞു. അതിനുശേഷം നാൻസിയുടെ മുറിയിൽ നിന്നും അശരീരി ഒന്നും തന്നെ കേട്ടില്ല. അറിയാം, അത് വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയാണെന്ന്. ഒന്നും പറയണ്ട കുമാരി. ഇനി ഇതിനെന്തൊക്കെ പുകയില ഉണ്ടാക്കുമോ എന്തോ. എൻ്റെ വയറ്റി പറന്നേ ഉള്ളൂ. അങ്ങേരുടെ സ്വഭാവം അവൾക്ക് കിട്ടിയിരിക്കുന്നേ. ആനിയമ്മ ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു. നീ ഇങ്ങനെ പേടിച്ച് മിണ്ടായിരുന്നിട്ട് ആനി, ഇതിപ്പോൾ സ്വന്തം മോളെ വരെയും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. കുമാരി നാൻസിയോടുള്ള ദേഷ്യം പല്ല് ഞെരിച്ച് അമർത്തി. ചില ജീവിതങ്ങൾ അങ്ങനെയാ കുമാരി. എൻ്റെ എമിയെങ്കിലും നന്നായിട്ട് ജീവിക്കുന്ന ഞാൻ ആശിച്ചു. അതും എന്നെപ്പോലായി. സാരിയുടെ കോന്തല വായിൽ തിരികിക്കൊണ്ട് അവർ സങ്കടം കടിച്ചു പിടിച്ചു. പോട്ടടി, എല്ലാം ശരിയാവും. കയ്യിൽ കിടന്ന് ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിനെ പുറത്തു തട്ടി സമാധാനിക്കാൻ ശ്രമിച്ചിട്ടും അവൾ തെല്ലും അടങ്ങിയില്ല. എന്തിനാ പൊടി കരയുന്നേ? അങ്ങോട്ടേക്ക് വന്ന രഞ്ജൻ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്നും വാരിയെടുക്കുകയാണ് ആദ്യം ചെയ്തത്. കാല് വേദനിച്ചിട്ടാവും. പെണ്ണിനെ ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. കട്ടിലിൽ കിടക്കുന്ന എമിയെ ഒന്ന് നോക്കിയിട്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയവൻ, പൊടിയേ, ഇങ്ങനെ കരഞ്ഞ എങ്ങനെയാടി? ഉവ്വാവ് വരത്തില്ലേ പെണ്ണെ? അവൻ്റെ താടി പെണ്ണിൻ്റെ കവിളിൽ ഇക്കിളിയിട്ടു. കുഞ്ഞിൻ്റെ നെറ്റിയിൽ നിന്നും മുഖം അടർത്താതെ തന്നെ അവളെ കൈകളിലിട്ടിട്ട് ഊഞ്ഞാലാട്ടി രഞ്ജൻ. കുറേ നേരത്തിന് ശേഷം ആട്ടത്തിൻ്റെ സുഖം പിടിച്ചതിനാലാവാം കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ പതിയെ നിന്നു. ശേഷം കണ്ണുകൾ പതിയെ പൂട്ടി ഉറക്കത്തിലേക്ക് വഴുതി വീണവൾ. എൻ്റെ പെണ്ണിനെ പറയാൻ അവൾ ആര്? മാത്തുക്കുട്ടി ആനിയമ്മയുടെ നേർക്ക് തട്ടിക്കയറി. വയറ്റിൽ കിടക്കുന്ന ബലവും കൂടി ആയപ്പോൾ അയാളൊന്ന് മാറിയിരുന്നു. ഈ വീട്ടിൽ വരുന്നവളുമാരും പോകുന്നവളുമാരും ഒന്നും എൻ്റെ മോളെ ഭരിക്കാനായിട്ട് വരണ്ട. അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് എഴുന്നള്ളണ്ട. എമിയുടെ മുറിയുടെ നേർക്ക് നോക്കിയായിരുന്നു അയാളുടെ ആക്രോശങ്ങളൊക്കെയും. അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാൽ എമിയുടെ മുറിയുടെ വാതിലടഞ്ഞു നിന്നവർ. ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് കുഞ്ഞ് ഞെട്ടി എഴുന്നേറ്റ് കാറി കരയുവാനായി തുടങ്ങി. കൊച്ചു പേടിക്കുന്നിച്ചായ. ആനിയമ്മയുടെ മനസ്സിൽ കുഞ്ഞിന് പേടി തട്ടുമോ എന്നുള്ള ഭയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്ത് ഞാൻ റോഡിൽ കളയും അവളുടെ ഒരു കൊച്ച്. എന്തൊക്കെയോ ഉച്ചത്തിൽ താഴെ വീണുടയുന്ന ഒച്ച കേട്ടിട്ടും അവർ അങ്ങോട്ടേക്ക് നോക്കാതെ തറയിലേക്ക് നോക്കി നിന്നു. ഒന്നും തിരിച്ചു പറയാൻ കഴിവില്ലാത്ത നിസ്സഹായിയായ ഒരമ്മയായിരുന്നു അവരപ്പോൾ. എമിയുടെയും കുഞ്ഞിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി ഭർത്താവിൻ്റെയും മകളുടെയും മുൻപിൽ അഭിമാനം അടിയറ വെച്ച് കീഴേണ്ടി വരുന്ന ഒരവസ്ഥ. അവർക്ക് അവരോട് തന്നെ പുച്ഛം തോന്നി. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ 10ാം ക്ലാസ് ഞാൻ തോറ്റ കാര്യം പറഞ്ഞ് അവരെന്നെ കളിയാക്കിയപ്പാ. കണ്ടവളുമാരുടെ ആട്ടും തുമ്പും കൊണ്ട് ഞാനിവിടെ ഇനി കിടക്കില്ല. എരുതിയിൽ എണ്ണയൊഴിക്കാൻ എന്ന വണ്ണം നാൻസിയുടെ സംസാരം കൂടിയായപ്പോൾ അയാളിലെ ഉണർന്നു. എൻ്റെ മോളുടെ കാലിനടിയിൽ കിടക്കുന്ന കീടങ്ങൾക്കും അഹങ്കാരം. നാളെ നേരം വെളുക്കുമ്പോൾ അമ്മയും മോളെ ഇവിടെ കണ്ടുപോകരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. മാത്തുക്കുട്ടി ഭാര്യയുടെ അരികിലേക്ക് ചെന്ന് നിന്ന് അലറി. ഇച്ചായ വിട്. അവർ കുതറി. നീ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണം. കണ്ടവരെയെല്ലാം വീട്ടിൽ കയറ്റി ഇരുത്തി സൽക്കരിക്കാൻ നീ ഇവിടുത്തെ ആരാ? മാത്തുക്കുട്ടിയുടെ ആക്രോശം ഉച്ചത്തിലായി. അപ്പ അമ്മച്ചിയെ വിട്. പുറത്തെ ബഹളം കേട്ട് എമി അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ ഇടയിലേക്ക് കയറി. മാറി നിക്കടി അങ്ങോട്ട്.
ഒരു കൈകൊണ്ട് അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി അയാൾ. പക്ഷേ ആരുടെയോ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ട് അവൾ താഴെ വീഴാതെ പിടിച്ചു നിന്നു. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു കണ്ണുകളിൽ ദേഷ്യമായി തൻ്റെ അപ്പച്ചനെയും നോക്കി നിൽക്കുന്ന രഞ്ജിയേട്ടനെ. രഞ്ജേട്ടാ, അമ്മച്ചിയെ അയാള്. അവളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അയാൾക്ക് നേരെ അവൻ ചെന്നു. മാറി നിൽക്കടോ. മാത്തുക്കുട്ടിയെ പിടിച്ച് പുറകിലേക്ക് തള്ളിയവൻ. ആദ്യമൊന്നും ആനിയമ്മയുടെ മേലുള്ള പിടിവിട്ടില്ലെങ്കിലും രഞ്ജൻ്റെ ബലപ്രയോഗത്തിൽ അയാൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പൊടുന്നനെ ആനിയമ്മയുടെ അടുത്തേക്ക് എമി പാഞ്ഞു. ചുവരിൽ കൂടി ഊർന്ന് താഴെ തറയിൽ കുത്തിയിരിക്കുകയായിരുന്നു അവർ. അമ്മച്ചി. അവൾ ആനിയമ്മയുടെ നെഞ്ചും പുറവും തിരുമ്മിക്കൊടുത്തു. മേശമേലിരിക്കുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നിട്ട് അവരെ ബലമായി കുടിപ്പിച്ചു. ഒന്ന് ചുമച്ചുകൊണ്ട് അവരത് അല്പാൽപമായി കുടിച്ചിറക്കി. അവരൊന്ന് നോർമലായതും ആനിയമ്മയെ അവളൊന്ന് എമി എഴുന്നേൽപ്പിച്ച് നിർത്തി. നിങ്ങളൊരു മനുഷ്യനാണോ? ആനിയമ്മയെ ഒന്ന് നോക്കിയിട്ട് രഞ്ജൻ അയാളുടെ നേർക്ക് ചീറി. നീ ആരാടാ എൻ്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ ഭരിക്കാൻ? മാത്തുക്കുട്ടിയും ലവലേശം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങൾ വീട്ടിൽ കിടക്കുന്നവരെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നാട്ടുകാർ നോക്കി നിൽക്കുകയെന്ന് കരുതിയോ? അയാളോടുള്ള വെറുപ്പ് അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. നീ നിന്റെ വീട്ടിലുള്ളവരെ ഭരിച്ചാൽ മതി, എൻ്റെ വീട്ടിൽ വേണ്ട നിന്റെ അഭ്യാസം. രണ്ടു കാലിൽ നിൽക്കാൻ വയ്യാത്ത അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. ഇവരുടെ ബഹളം ഇനി ഈ വീട്ടിൽ നിന്ന് കേട്ടാൽ. വിരൽ ചൂണ്ടിക്കൊണ്ട് മാത്തുക്കുട്ടിക്ക് ഒരു താക്കീത് നൽകിയവൻ. അത് പറയാൻ നീ ആരാടാ? രഞ്ജന് നേരെ അയാൾ ചീറി. എന്നിട്ട് എമിക്ക് നേരെ തിരിഞ്ഞു. എടാ. നോക്കി നിൽക്കാനായില്ല രഞ്ജന്. അവൻ്റെ പ്രാണൻ പിടയുന്നത് പോലെ തോന്നി. കവളിൽ കൈവച്ച് വിതുമ്പിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവനിലെ ദേഷ്യത്തിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അമ്മച്ചിയേ. പടക്കം പൊട്ടുന്നത് പോലെ ഒരൊച്ച അപ്പോൾ ആ ഹാളിൽ നിന്നും മുഴങ്ങിക്കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ടത് വലങ്കൈ കുടയുന്ന രഞ്ജനയാണ്. തറയിൽ വീണു കിടക്കുന്ന മാത്തുക്കുട്ടിയെ കണ്ടപ്പോഴാണ് അവിടെ എന്താണ് നടന്നതെന്നുള്ള ഏകദേശ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായത്. അയ്യോ അപ്പച്ച. അത്രയും നേരം പുറത്തു നടന്ന സംഭവങ്ങൾ കളി കാണുന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന നാൻസി അകത്തെ മുറിയിൽ നിന്ന് ഓടി വന്ന് അയാൾക്കരികിലായിരുന്നു. തൊട്ടുപോകരുത് അയാളെ. ചീറിക്കൊണ്ട അയാളെ വഴിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയവൻ. കയ്യിൽ നിന്നും വിടടോ. അവൾ കൈ വിടുവിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിഫലമായി. അടങ്ങിയിരിയടി പൊന്നുമോളെ. കൂടുതൽ കളിച്ച അപ്പനും മക്കൾക്കിട്ടും എട്ടിൻ്റെ പണി ഞാൻ തരും. അവൻ്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടിട്ടോ അതോ മനസ്സിൽ പേടി തോന്നിയിട്ടോ നാൻസി പിന്നീടൊന്നും സംസാരിച്ചില്ല. നിങ്ങൾ പോയി വാതിലടച്ചു കിടന്നോ. അത് കേട്ടതും എമി ആനിയമ്മയുമായി സ്വന്തം മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. നീയും നിന്റെ അപ്പനും ചെയ്തു കൂട്ടുന്നതൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിന്റെ ചേച്ചിയുടെ കണ്ണീര് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഒന്നിനും ഇടപെടാൻ വരാത്തത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. മര്യാദയ്ക്ക് ഇന്ന് രണ്ടിനും കൊള്ളാം. നിന്റെ അപ്പന് ബോധം വരുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക്. നാൻസിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആകുലതയോടെ ഉമ്മറത്ത് നോക്കി നിൽക്കുന്ന അമ്മയും അനിയത്തിയാണ് രഞ്ജൻ കണ്ടത്. മോനെ, നമ്മൾ കാരണമാണോ വഴക്ക്? കുമാരി എന്തോ ചോദിക്കാൻ തുനിഞ്ഞതും അവൻ കൈ ഉയർത്തി വേണ്ട എന്ന രീതിയിൽ അത് തടഞ്ഞു. നിങ്ങൾ വാ. ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയവൻ വേലി കടക്കുന്നതിനു മുൻപ് എന്തോ ഉൾപ്രേരണയാൽ എമി കിടക്കുന്ന മുറിയുടെ തുറന്നു കിടക്കുന്ന ജനൽപ്പാളുകളിലൂടെ അകത്തേക്ക് നോക്കിയവൻ അപ്പോൾ കണ്ടു ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് നോട്ടം പായിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ പ്രണയത്തെ. മോനെ രഞ്ജ. ആ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കുമാരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഹാളിലിരുന്ന് എന്തൊക്കെയോ വായിക്കുന്ന രഞ്ജൻ്റെ അരികിലേക്കായി അവർ ചെന്നിരുന്നു. എന്താ അമ്മേ? കയ്യിലിരുന്ന ബുക്ക് മടക്കി മേശമേലായിട്ട് വെച്ചിട്ട് അവൻ കുമാരിയുടെ നേർക്ക് തിരിഞ്ഞു. ഞാനങ്ങനെ നാൻസിയോട് പറയരുതായിരുന്നല്ലേ. അതല്ലേ ഇത്രയും പ്രശ്നത്തിന് കാരണമായത്. വല്ലാത്തൊരു വ്യസനം അവരെ പൊതിഞ്ഞിരുന്നു. അമ്മ എന്തൊക്കെയായി പറയണേ? അമ്മ എന്ത് ചെയ്തെന്നാ? ആ പെണ്ണിൻ്റെ പണ്ട് തൊട്ടേ നല്ല അഹങ്കാരാ. അതിന് അത്രയൊന്നും കൊടുത്താൽ പോരാ. അമ്മ പറഞ്ഞത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയും. രഞ്ജൻ അതിനെ നിസ്സാരവൽക്കരിച്ചു. എന്നാലും ആനിയമ്മയുടെയും എമിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു വിമ്മിഷ്ടം. അവർ നെഞ്ചൊന്നൊഴിഞ്ഞു വിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മേ, ധൈര്യം കാട്ടേണ്ടടുത്ത് അത് കാട്ടണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ലെന്ന് പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരു തരത്തിൽ പറഞ്ഞ ആൻറ്റി ഇതൊക്കെ പണ്ട് തൊട്ടേ അനുവദിച്ചു കൊടുത്തിട്ടാ. അല്ലെങ്കിൽ മോളെയും കെട്ടിയവനെയും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ? അത് കേട്ടപ്പോൾ രഞ്ജൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നി. എങ്കിലും സാധാരണക്കാരായ പല ഭാര്യമാർക്കും ഇന്നും കെട്ടിയവന്മാരുടെ കാൽ കീഴിൽ കിടക്കാനാണ് വിധി. ചോദ്യം ചെയ്ത പറച്ചിലായി. അങ്ങനെ പലതും.
കയറി ചെന്നാൽ സ്വന്തമായി കിടക്കാൻ ഒരു വീടില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, ഉണ്ടെങ്കിലും ചേർത്ത് പിടിക്കാത്തവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ഗതി. സ്വന്തമായ ഒരു ജോലി ഉണ്ടെങ്കിലും കെട്ടിയോൻ്റെയും വീട്ടുകാരുടെയും ആട്ടും തുപ്പും സഹിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതലും. ഇതിപ്പോൾ എങ്ങനെയാ മോനെ? അവരുടെ ജീവിതം ആകെ പരിതാപകരമാണ്. ഒന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും നാളും നേരം നോക്കേണ്ട അവസ്ഥയാണ്. അതൊക്കെ മാറും അമ്മേ. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് അസുഖമൊന്നും വരുത്തി വയ്ക്കണ്ട. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, പിന്നെന്താ പ്രശ്നം? അങ്ങനെ പറഞ്ഞുവെങ്കിലും രഞ്ജൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. അവളിങ്ങനെ കണ്ണീർ പുത്രിയായിരുന്നാൽ ഒരിക്കലും ആ നരകത്തിൽ നിന്ന് അവൾക്കൊരു മോക്ഷം ലഭിക്കില്ല എന്നവൻ മനസ്സിലോർത്തു. നമുക്കെപ്പോഴും പോയി അവരെ സഹായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇന്ന് നീ തന്നെ ഉണ്ടായിട്ടല്ലേ ഒന്ന് സഹായിക്കാൻ പറ്റിയേ. എല്ലായ്പ്പോഴും നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെക്കുറിച്ചുള്ള ആകുലത കുമാരിയുടെ സംസാരത്തിൽ ആവോളം ഉണ്ടായിരുന്നു. അമ്മ ടെൻഷൻ അടിക്കാതിരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അവൻ തല പിന്നിലേക്കാക്കി കസേരയിലേക്ക് ചാരിയിരുന്നു. 1000 ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിരുന്നില്ല. എമിയുടെ തീരുമാനമായിരിക്കും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ നിർണ്ണയിക്കുന്നതെന്ന് രഞ്ജന അറിയാമായിരുന്നു. മോനെ. കുറച്ചു നേരത്തിന് ശേഷം അവർ വിളിച്ചു. എന്താ അമ്മേ? നിനക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിയാൽ എന്താ? അമ്മയ്ക്ക് പൂർണ്ണ സമ്മത. അവളെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. കുമാരിയുടെ മനസ്സിലുള്ള ആഗ്രഹം അവരറിയാതെ തന്നെ പുറത്തേക്ക് ചാടി. അമ്മ എന്തൊക്കെ ഭ്രാന്താ ചിന്തിച്ചു കൂട്ടുന്നേ? എമി ഇന്നൊരാളുടെ ഭാര്യയാണ്. നിയമപരമായിട്ട് അയാളുടെ മിന്നു കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നവൾ. പോരാത്തതിന് അവർക്കൊരു കുഞ്ഞും ഉണ്ടായി. അവളിപ്പോൾ ഒരമ്മയാണ്. കാര്യകാരണങ്ങൾ നിരത്തി അമ്മയുടെ മനസ്സിലുള്ള തെറ്റായ ആലോചനകളെ ഒന്ന് തിരുത്തി കൊടുക്കുവാൻ അവൻ ശ്രമിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി രഞ്ജ, അവൾ ഈ വീട്ടിൽ വന്നാൽ ഞാൻ പൊന്നുപോലെ സ്വീകരിക്കും. ഒന്ന് കെട്ടിയവർ പിന്നെ രണ്ടാം കെട്ട് നടത്താറില്ലേ? അത്രയേ ഉള്ളൂ ഇതും. എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒന്ന് മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നോക്കൂ ഉള്ള സമയത്തിന്. അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ എമിയെ അവിടെ അപ്പൻ ആ കിളവൻ സേവിയറിന് പിന്നെയും കൊടുക്കും. പിന്നീടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അമ്മ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും എമിയുടെ ഉള്ളറിയാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് രഞ്ജൻ അറിയാവുന്ന കാര്യമായിരുന്നു. എനിക്കറിയാം നിനക്ക് അവളെ മറന്ന് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന്. അവളുടെ ഉള്ളിൽ നീയുണ്ടാവും. ഒരിക്കൽ പ്രാണനെ പോലെ സ്നേഹിച്ചവർക്ക് ഒന്നും മറക്കാൻ പറ്റില്ല മോനെ. അത് പേടിച്ചിട്ടൊന്നും പറയാതെ ഇരിക്കുന്നതാ. കൈവിടല്ലേടാ ആ പാവത്തിനെ. അവസാനമായി അത്രയും കൂടി പറഞ്ഞിട്ട് കുമാരി വീണ്ടും എഴുന്നേറ്റ് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴും അമ്മയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ്റെ മനസ്സ്. ഒരിക്കൽ പ്രണയം കൈമാറിയവർക്ക് അതിൻ്റെ ഓർമ്മകൾ മരണം വരെ കൂടെയുണ്ടാവും. പഴയകാല മധുര സ്മരണകൾ അവൻ്റെ ഹൃദയത്തിൽ വേലിയേറ്റ് സൃഷ്ടിച്ചപ്പോൾ കൗമാരത്തിൽ എപ്പോഴോ തോന്നിയൊരു ഇഷ്ടമായിരുന്നു അവളോട്. പറയാതെ പറഞ്ഞ പ്രണയം, ഒരു നോട്ടത്തിലൂടെയോ ചിരിയിലൂടെയോ കൈമാറിയത്. ഇഷ്ടമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രാണനായിരുന്നു. വേലിക്കെട്ടുകൾ സാക്ഷിയാക്കി ഇഷ്ടങ്ങൾ കൈമാറിയ എത്ര രാവുകൾ. തനിക്കായ ജനൽപ്പാളുകൾക്കിടയിൽ കൂടി തേടിയെത്തിയ നോട്ടങ്ങൾ. തൻ്റെ ഓട്ടോയുടെ ഒച്ച കേൾക്കുമ്പോൾ ഒരു നോക്ക് കാണുവാനായി വെമ്പിയ ഒരുവളുടെ കാത്തിരിപ്പുകൾ. സുഖമുള്ളൊരു നണുത്ത ഓർമ്മകളായി പൊടുന്നനെ നൊമ്പരത്തിൻ്റെ ഉഷ്ണക്കാറ്റ് ആഞ്ഞു വീശി. മാത്തുക്കുട്ടി എന്നവൻ്റെ മുഖം നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. കാശിനു വേണ്ടി മകളെ സേവിയർ എന്ന ഒരുത്തന് കൊടുത്ത ഒരച്ഛൻ്റെ നെറുകേട് ഓർക്കാനാവാതെ രഞ്ജൻ ഉടൻ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു. സ്വന്തം അമ്മയുടെ ജീവനു വേണ്ടി പ്രണയത്തെ ബലി കൊടുക്കേണ്ടി വന്നപ്പോൾ മിന്നുകെട്ടിൻ്റെ തലേ ദിവസം തൻ്റെ കാലിൽ വീണ് കരഞ്ഞ ഒരുവളുടെ നൊമ്പരങ്ങൾ അവനെ ശ്വാസം മുട്ടിക്കുവാൻ പോന്നതായിരുന്നു. മാത്തുക്കുട്ടിയുടെ സ്വഭാവം അറിയാവുന്നതിനാൽ എല്ലാം വിട്ടുകൊടുത്തു. സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കാൻ പോലും മടിക്കാത്തവനാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം. അത് തൻ്റെ ജീവിതം തന്നെ അല്ലായിരുന്നോ? എന്നിട്ട് എന്ത് നേടി? കണ്ണീരല്ലാതെ ഇരുവർക്ക് എന്ത് ബാക്കിയായി? ഇനിയെങ്കിലും മാറിയില്ലെങ്കിൽ എമിയുടെ താൻ കാണേണ്ടി വരും. വയ്യ, ഇനിയൊന്നിനും വയ്യ. എന്തെങ്കിലും ചെയ്യണം. ഒന്നും അറിയാത്ത കുഞ്ഞെന്ത് പിഴച്ചു? ആലിങ്കലെ ചോരയാണെന്നതൊഴിച്ചാൽ അതിനെ കുറ്റം പറയാൻ ഒന്നുമില്ലല്ലോ. ഇനിയും അറിയില്ല എമിക്ക് സേവ്യറിൻ്റെ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. എമിയെപ്പോലൊരുവൾ ഒന്നും ഇട്ടെറിഞ്ഞു വരികയില്ല. അത്രയ്ക്ക് അവളെ വിഷമിപ്പിച്ച് എന്തോ ഒരു സംഭവങ്ങൾ ആലുങ്കൽ നടന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവളെ പൊതിഞ്ഞു പിടിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യണം. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ ആരെയും അനുവദിക്കില്ല. രഞ്ജൻ മനസ്സിൽ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ആ സമയം
വേലിക്കെട്ടിനടുത്തുള്ള വെളിച്ചമുള്ള മുറിയിൽ അവൾ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. ഭർത്തൃവീട്ടിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഓർത്ത്. ആദ്യ രാത്രിയിൽ ഭർത്താവിന് പകരം അയാളുടെ അനിയൻ വന്ന കാര്യം മനസ്സിൽ തെളിഞ്ഞപ്പോൾ എമ്മയുടെ ശരീരം വല്ലാതെ വെട്ടി വിറച്ചുപോയി.